Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തി നമ്മളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് അവരുടെ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കും. ആ ഇന്റൻഷൻ നടത്തിയെടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മളോട് അടുപ്പം കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചില സയൻസ് വഴി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിവേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ഇവരുടെ ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കും. അവർക്ക് അത് നടത്തിയെടുക്കണം നിങ്ങളിലൂടെ. ചിലപ്പോൾ അത് നിങ്ങളിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ അവർക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കൊരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാനോ അവർ തയ്യാറാകുന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യം മാത്രം, ഇന്റിമസി ആയിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. ഇങ്ങനെ പെർട്ടിക്കുലർ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണ് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവർക്ക് നിങ്ങളോട് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു ലവ് അല്ലെങ്കിൽ ഒരു സ്നേഹമല്ല, മറിച്ച് ആ ഒരു കാര്യം അവർക്ക് നേടിയെടുക്കണം. അതിനുവേണ്ടി മാത്രം അവർ നിങ്ങളോട് കാണിക്കുന്ന ഒരു കപടമായിട്ടുള്ള ഒരു സ്നേഹമാണ് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ആളുകളെ എപ്പോഴും അവരിലേക്ക് മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വളരെ സെൽഫ് സെൻട്രിക് ആയിട്ടായിരിക്കും പെരുമാറുക. അവരുടെ ഇഷ്ടം, അവരുടെ കംഫർട്ട് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രം, ഇങ്ങനെ എല്ലാം അവരുടേതായിരിക്കും. അതായത് അവർക്ക് എന്താണോ വേണ്ടത്, അവർക്ക് എങ്ങനെയാണോ വേണ്ടത് അല്ലെങ്കിൽ അവരുടെ ഒരു കംഫർട്ട് എങ്ങനെയാണോ അത് മാത്രമായിരിക്കും അവരുടെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് യാതൊരുവിധ വാല്യൂ അല്ലെങ്കിൽ റെസ്പെക്ട് ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ അവരെന്ത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം അവർ കൃത്യമായി നടത്തിയെടുക്കും എന്നുള്ളതാണ്. ഇത്തരത്തിൽ എല്ലാം വളരെ സെൽഫ് സെൻട്രിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ സെൽഫിഷ് ആയിട്ടാണ് അവരോരോ കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി നിങ്ങളോട് കാണിക്കുന്നത് ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു പ്രണയമൊന്നുമല്ല, മറിച്ച് അവരുടെ ഒരു ആവശ്യം നിറവേറ്റിയെടുക്കുന്നതിന് വേണ്ടി മാത്രം കാണിക്കുന്ന ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ലവ് ആണ് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ആളുകൾ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് അങ്ങനെയുള്ള ടോക്സ് അങ്ങനെയുള്ള സംസാരമൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും എന്നുള്ളതാണ്. ബിക്കോസ് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻവോൾവ്ഡ് ആവാൻ താല്പര്യമില്ല. അവരെപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുകിൽ സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു കാര്യം സംസാരത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അത് നേരെ ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ മാക്സിമം നടത്തും എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കമ്മിറ്റ്മെന്റ്സ്, റിലേഷൻഷിപ്പ്, ലവ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള ലൈഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അവരൊരു ഡിസ്കഷന് തയ്യാറാവില്ല. ഇൻ കേസ് നിങ്ങളായിട്ട് അങ്ങനെയുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാലും അത് എങ്ങനെയെങ്കിലും അവർ സ്കിപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇങ്ങനെയാണ് അവർ കണ്ടിന്യൂസ്ലി നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളെ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഫോർത്ത് വൺ, നിങ്ങളെ ഒരാൾക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ അവർ തയ്യാറാകില്ല. മേ ബി അത് അവരുടെ ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം. ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല അല്ലെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കാര്യമോ ഇൻഫർമേഷനോ ഒന്നും അങ്ങോട്ട് പാസ് ചെയ്യില്ല. അതുപോലെ തന്നെ നിങ്ങളോടും അവര് ഷെയർ ചെയ്യില്ല എന്നുള്ളതാണ്. അതായത് അവരെ കുറിച്ചുള്ള അപ്ഡേഷൻസ്, അവരെന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് സർക്കിളിനെ കുറിച്ചൊന്നും കൃത്യമായിട്ട് യാതൊരുവിധ ഇൻഫർമേഷനും നിങ്ങളിലേക്കും പാസ് ചെയ്യില്ല. അതുപോലെ തന്നെ നിങ്ങളെ മറ്റുള്ള ആളുകൾക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം ആ വ്യക്തി ആ ഒരു റിലേഷൻഷിപ്പ് അത്രയും പ്രൈവസി ആയിട്ട് അല്ലെങ്കിൽ അത്രയും പ്രൈവറ്റ് ആയിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ അപ്ഡേഷൻസോ കാര്യങ്ങളോ ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ആൻസർ കിട്ടുന്നില്ല. ഒരുപക്ഷെ ആൻസർ കിട്ടുന്നില്ല എന്നതിലുപരി പലപ്പോഴും കള്ളങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും വരുന്നുണ്ടെങ്കിൽ ഇതാണ് അവർ നിങ്ങളെ കംപ്ലീറ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളോട് കാണിക്കുന്നത് ഫേക്ക് ആയിട്ടുള്ള ഒരു അടുപ്പമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈൻ. ആൻഡ് ഫിഫ്ത്ത് വൺ, ഇൻകൺസിസ്റ്റന്റ് അഫെക്ഷൻ. എപ്പോഴും അവരുടെ ഭാഗത്തു നിന്നും ഒരു സ്ഥിരതയില്ലാത്ത ഒരു അഫെക്ഷൻ അല്ലെങ്കിൽ സ്ഥിരതയില്ലാത്ത ഒരു സ്നേഹപ്രകടനമാണ് കൂടുതലായിട്ടും അവർ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കാൻ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് അവരുടെ ഭാഗത്തു നിന്നും കിട്ടുന്ന ഒരു സൈൻ എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ വളരെയധികം സ്നേഹത്തോടെ പെരുമാറും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ഇന്റൻഷൻ ഉണ്ടായിരിക്കും. ആ ഒരു കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവരെ കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒന്നും കിട്ടുന്നില്ല. അല്ലെങ്കിൽ പിന്നീട് അവരുടെ ആ ഒരു സംസാരത്തിന്റെ ഒരു ടോണ് തന്നെ മാറിപ്പോകുന്നു. ചില സമയങ്ങളിൽ ഇഷ്ടമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണ്, കമ്മിറ്റഡ് ആണെന്ന് പറയുന്നു, ചില സമയങ്ങളിൽ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നു. ഇങ്ങനെ സ്ഥിരതയില്ലാത്ത രീതിയിലാണ് ആ റിലേഷൻഷിപ്പിനെ ഡിഫൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ നിങ്ങളോട് കാണിക്കുന്ന ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ ഒരു ഫീലിങ്സ് എന്നുണ്ടെങ്കിൽ അതാണ് ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് അവർ പെരുമാറുന്നു എന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ ഇതാണ് അവർ
കാണിക്കുന്ന ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു അടുപ്പമാണ് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു സൈൻ. ഫൈനലി, ഇമോഷണൽ മാനിപ്പുലേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷവും അവരുടെ ഇന്റൻഷൻ അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും അവസാനമായി ഇങ്ങനെയുള്ള ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ആ കാര്യം നടത്തിയെടുക്കുക എന്നുള്ളത്. എപ്പോഴും ചില ആളുകൾക്ക് അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഹൃദയമുള്ള ആളുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സ് അലിഞ്ഞു പോകുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഇമോഷണൽ മാനിപ്പുലേഷനിൽ വീഴാൻ അധിക സമയം വേണ്ട എന്നുള്ളതാണ്. അവരൊന്ന് ഇമോഷണലി ഡൗൺ ആക്കിയാൽ മതി, അല്ലെങ്കിൽ വളരെ സിമ്പതി പിടിച്ചു പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ മതി. അപ്പൊ അവർക്ക് ഒരു മനസ്സലിവ് തോന്നും, പാവാണല്ലോ, അല്ലെങ്കിൽ അത്രയും നമ്മളോട് റിക്വസ്റ്റ് ചെയ്തതല്ലേ, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും. ഇങ്ങനെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളോട് കൂടുതൽ സമയം സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് പലപ്പോഴും ഇടപഴകുന്നത് എന്നുണ്ടെങ്കിൽ ഇതാണ് ഇങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കാൻ നമുക്ക് അവരിൽ നിന്നും കിട്ടുന്ന ഏറ്റവും മറ്റൊരു ക്ലിയർ ആയിട്ടുള്ള സൈൻ എന്ന് പറയുന്നത്. ഇത്രയും സൈൻസ് നിങ്ങൾക്ക് ഒരു വ്യക്തിയിൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ 6 സൈൻസ് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഏകദേശം ഒരു 4-5 സൈൻസ് ഒരു പെർട്ടിക്കുലർ വ്യക്തിയിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി അവരിൽ നിന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരുടെ സ്നേഹം എന്ന് പറയുന്നത് ഒരു പക്ഷെ എന്തെങ്കിലും ഒരു ഇന്റൻഷൻ, അവരുടെ മൈൻഡിൽ ഒരു കാര്യം ഉണ്ടായിരിക്കും, അത് നടത്തിയെടുക്കുന്നതിന് വേണ്ടി മാത്രം നിങ്ങളോട് കാണിക്കുന്ന ഒരു അടുപ്പമാണ്. ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷെ ഒരു വ്യക്തി വളരെ സിൻസിയർ ആയിട്ടായിരിക്കും നിലനിൽക്കുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് അത്ര സിൻസിയറിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും വിഷമം വരുന്നത് ആ സിൻസിയർ ആയിട്ടുള്ള വ്യക്തിക്കായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് ആദ്യമേ തന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അങ്ങനെയുള്ള പെയിൻസ് അല്ലെങ്കിൽ ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസ് നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കാം അല്ലെങ്കിൽ മാറ്റി നിർത്താം എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ലൈഫിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സൈൻസ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനും സാധിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്